ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 2025 ഇഗ്നോ അഡ്മിഷനിലോട്ടുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇഗ്നോ അഡ്മിഷൻ അതേപോലെ തന്നെ ഇഗ്നോൻ്റെ റീ രജിസ്ട്രേഷൻ. ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ട് 1 ഇയർ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് MBA ഒക്കെ ആണെങ്കിൽ സെമിസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള റീ രജിസ്ട്രേഷന് അങ്ങനെയുള്ള ടൈം ആയിട്ടുണ്ട്. ഡിസംബർ 4-ന് നമ്മൾ കഴിഞ്ഞ മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 15 ആണ്. 2025 ജനുവരി 15 റീ രജിസ്ട്രേഷൻ ടിൽ കൊടുത്തിട്ടുള്ളത്. മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 1 month ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നെക്സ്റ്റ് ജൂലൈ ഒക്കെ ആകുമ്പോൾ, ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും സ്റ്റഡി മെറ്റീരിയൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലേറ്റ് ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ട് 1 year ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യുക. എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ട സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷനും അഡ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, കോമൺലി നമ്മൾ ഇഗ്നോയിലുള്ള എല്ലാവരും കൂടുതൽ സെർച്ച് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട സബ്ജക്ട്സിൻ്റെ ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇഗ്നോൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ ഫീസാണ്. BA സൈക്കോളജീൻ്റെ സ്റ്റുഡൻസിന് വരുന്നത് 6,000 ആണ്. 6,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ഫീസാണ് കേട്ടോ. ടോട്ടൽ ആയിട്ടുള്ള ഫീസാണ് 6,000. അതായത് ഫസ്റ്റത്തെ അഡ്മിഷൻ എടുത്ത ആ ഒരു 1 yearൻ്റെ ഫീസാണ്. BA സൈക്കോളജി, BCom, BA EGH, BA ഇംഗ്ലീഷ് ഒക്കെ 1 year പ്രോഗ്രാമാണ്. സോ 1 yearലോട്ടുള്ള ഫീസാണ് ഈ 6,000 5,000 ഒക്കെ വരുന്നത്. ഇത് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ ആണ്. സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്ന ഫീസാണ് വരുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വേണ്ട, സ്റ്റഡി മെറ്റീരിയലിൻ്റെ സോഫ്റ്റ് കോപ്പി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഫീസൊന്നും കുറവ് ഫീസായിരിക്കും ഉണ്ടാവുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം ടോട്ടൽ ഫീസ് 6,000 ആണ് വരുന്നത്. ഇതിന്ന് നമുക്ക് ഇതിൻ്റെ 50% മൈനസ് ആക്കും. 15% കുറേ. ഇപ്പം സ്റ്റഡി ബുക്സ് ഒക്കെ വെച്ച് പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, ആദ്യം തൊട്ട് തന്നെ ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ച് പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ സോഫ്റ്റ് കോപ്പി മതി എന്നുള്ളതിൽ അപ്ലൈ ചെയ്താൽ മതി. സോഫ്റ്റ് കോപ്പി ഇഗ്നോൻ്റെ സൈറ്റിൽ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സ് സോഫ്റ്റ് കോപ്പി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് സോഫ്റ്റ് കോപ്പിക്ക് അപ്ലൈ ചെയ്താൽ മതി, സ്റ്റഡി മെറ്റീരിയലിന് അപ്ലൈ ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ 6,000-ന്ന് 50% മൈനസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോഴ്സ് ഫീസ് 1 yearലോട്ട് 5,100 ആണ് വരിക. ഈച്ച് ഓഫ് ദ കേസ്, എല്ലാ സബ്ജക്റ്റിൻ്റെ കേസും ഇങ്ങനെ തന്നെയാണ്. BCom F ആണെന്നുണ്ടെങ്കിൽ 4,000 സംതിങ് ആണ് വരുന്നുണ്ടാവുക. BA EGH ആണെന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു റേറ്റിലാണ് വരുന്നുണ്ടാവുക. ഇത് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ ആണ്. സ്റ്റഡി മെറ്റീരിയലിന് എത്രയാണോ ഫീസ് അതും കൂടെ കൂട്ടിയിട്ടാണ് ടോട്ടൽ ഫീസ് ഞാൻ ഇതിലെല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്ന് 15% മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എത്രയാണ് ഫീസ് വരിക എന്നുള്ളത് കിട്ടും. BA സൈക്കോളജിക്ക് 6,000 ആണ് ഫസ്റ്റ് ഇയറിലോട്ട് വരുന്നത്. BCom Fന് 5,000 ആണ് വരുന്നത്. 6,000 5,000. BA ഇംഗ്ലീഷിന് 5,500 ആണ് ഫസ്റ്റ് ഇയറിൽ. BA സോഷ്യോളജി 5,500. BA ഹിസ്റ്ററി ഹോണേഴ്സ് 5,500. BA ഇംഗ്ലീഷ് ഹോണേഴ്സ് 5,500 മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ BA സൈക്കോളജി ഹോണേഴ്സ് 5,500. പിന്നെ
സോറി ഇത് BA സൈക്കോളജി അല്ല, BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ആണ്. BBA 10,500 ഇതൊക്കെ ഇയർലി ആണ് കേട്ടോ. BCA സെമിസ്റ്റർ വൈസ് ആണ്, 8,500 സെമിസ്റ്റർ വൈസ് ആണ്. BFSW സോഷ്യൽ വർക്ക് ആണ്, ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് 6,800. എനിക്ക് തോന്നുന്നു അതും അല്ല അത് ഇയർ വൈസ് തന്നെയാണ്. MA സൈക്കോളജി ഇയർലി 10,500. MBA സെമിസ്റ്റർ വൈസ് ആണ് 16,000. MCOM ഇയർ വൈസ് 10,200. MA ഇംഗ്ലീഷ് 8,200. MA ഹിസ്റ്ററി 8,200. MA സോഷ്യോളജി 7,800. MSW 18,500. MA CMA എക്കണോമിക്സ് ആണ് 9,700 വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ഫീസാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ജനുവരി ടൈമിൽ അഡ്മിഷൻ എടുത്തു, അടുത്ത ഡിസംബർ ആകുമ്പോഴേക്ക് നമുക്ക് എക്സാം ഉണ്ടാവും ഫസ്റ്റ് ഇയറിന്റെ. ആ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് പ്രോപ്പർ ഓൺ ടൈമിൽ നമുക്ക് എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. കാര്യം നമുക്കറിയാം അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പം ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 years ആണ് വാലിഡിറ്റി, കോഴ്സ് വാലിഡിറ്റി ഉണ്ടാവുക. PG ആണെന്നുണ്ടെങ്കിൽ കോഴ്സ് വാലിഡിറ്റി 4 വർഷമാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ പ്രോപ്പർ ടൈമിൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ 4 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളും അസൈൻമെൻറ്റും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രാജുവേറ്റ് ആയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയും വരാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ട്, വേറെ ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ ഫീസ് അറിയണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നുണ്ടാവും കേട്ടോ. കാര്യം കമൻറ്റ് സെക്ഷനിൽ നമുക്ക് എപ്പോഴും എല്ലാ മെസ്സേജും കാണണമെന്നില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും റിപ്ലൈ കിട്ടാത്ത കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ ബൈ.